ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചെറിയൊരു പറ്റുന്നുണ്ടോ? മിസ്സേ കേൾക്കാം. ഹലോ, ഹലോ മിസ്സേ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒരു റിവ്യൂ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബക്ക് ബൂസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പുതിയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഡ്യൂട്ടി റേഷ്യോ ഓർക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏത് ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് കറണ്ടും കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഏത് ക്വാഡ്രന്റിലാണ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ ചോപ്പർ സർക്യൂട്ട്സിനെ വീണ്ടും 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്ത്. അതായത് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി ആൻഡ് ടൈപ്പ് ബി ചോപ്പേഴ്സ്. അങ്ങനെ 5 ടൈപ്പ് ചോപ്പറുകളായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് അപ്പ് ചോപ്പറും സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ സബ്ഹെഡിങ് പോലെ എഴുതുക, ടൈപ്പ് ഓഫ് ചോപ്പർ, ടൈപ്പ് എ ചോപ്പർ. ഇപ്പൊ ടൈപ്പ് എ ചോപ്പറിന് നമ്മൾ വേറൊരു പേര് പറയുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വരാൻ ചാൻസ് ഉള്ളത് ടൈപ്പ് എ ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ എന്ന് നമ്മൾ പറയുന്നത്. അത് ബേസിക്കലി ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ്. അപ്പൊ ആ ടൈപ്പ് എ ചോപ്പർ എന്ന് എഴുതിയിട്ട് അതിനകത്ത് താഴെ വരേണ്ട പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ. ദെൻ ഇറ്റ്സ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി ഇൻപുട്ട് വോൾട്ടേജ്. ഈ ചോപ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ലോഡിലേക്ക് സപ്ലൈ കിട്ടും. ഓഫ് ആയിരിക്കുന്ന സമയത്ത് സപ്ലൈ കിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിന്റെ കാലം കുറഞ്ഞ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. എത്ര സമയം ഓൺ ആണ് എത്ര സമയം ഓഫ് ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇതിന്റെ ഓപ്പറേഷൻ കുറച്ചും കൂടെ ഇതാണ് നമ്മുടെ ചോപ്പർ അല്ലെങ്കിൽ സ്വിച്ച്. ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക സ്വിച്ച്. S1 സ്വിച്ച് 1. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് വരിക. ഇനി ഇത് ടൈപ്പ് എ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കറണ്ട് ഇവിടെ ആയിട്ടും വോൾട്ടേജ് ഇവിടെ ആയിട്ടും കൺസിഡർ ചെയ്യാമെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന ക്വാഡ്രന്റ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ്. അതായത് വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്താണ്, ഇതൊരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ചോപ്പറാന്ന് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു അടുത്ത പോയിന്റ്, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് എ ചോപ്പറിൽ പവർ ഫ്ലോ എങ്ങനെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് എ ചോപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും സോഴ്സിൽ നിന്നാണ് ലോഡിലേക്ക് പവർ ഫ്ലോ ഉണ്ടാകുക. അപ്പോൾ പവർ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം സോഴ്സ് ടു ലോഡ്. പവർ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം സോഴ്സ് ടു ലോഡ്. ആ പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. പവർ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം സോഴ്സ് ടു ലോഡ്. ഓക്കെ, ഇതാണ് ടൈപ്പ് എ ചോപ്പർ എന്ന് പറയുന്നത്. സോഴ്സ് ടു ലോഡിലേക്കാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുക. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. അതിന്റെ വേറെ പേര് ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ എന്നാണ്. V0 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് DC വോൾട്ടേജ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന ടൈപ്പ് ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ബി ചോപ്പറാണ്. ടൈപ്പ് ബി ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ വരുമ്പോൾ നമ്മൾ പാരലായിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യും. ഒരു ക്വാഡ്രന്റിൽ അടുത്ത ക്വാഡ്രന്റിൽ ഇൻപുട്ടും ആ എനർജിയും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക്
ഇതിനകത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് കറണ്ട് ഫ്ലോ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് കറണ്ട് ഫ്ലോ പോലെ. ഇതിൽ മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്ലോ ഉണ്ടാവുക. അതുകൊണ്ട് I0 നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. അങ്ങനെ I0 നെഗറ്റീവ് ആയിട്ട് എടുക്കുന്ന സമയത്തും എന്ത് സംഭവിക്കും? അപ്പൊ അത് ഫസ്റ്റ് ക്വാർട്ടറിൽ വരുമോ? I0 നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന I0 പോസിറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും വരിക. അങ്ങനെയുള്ള ചോപ്പറിനെയാണ് നമ്മൾ ടൈപ്പ് ബി ചോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ബി എന്ന് പറയുന്നതിന്റെ വേറെ പേര് എന്താണ്? ടൈപ്പ് ബിയുടെ വേറെ പേര് സെക്കൻഡ് ക്വാർട്ടറന്റ് ചോപ്പർ. സെക്കൻഡ് ക്വാർട്ടറന്റ് ചോപ്പർ, ടൈപ്പ് ബി ചോപ്പർ ഓർ സെക്കൻഡ് ക്വാർട്ടറന്റ് ചോപ്പർ. ഓക്കെ, ഇനി ഇതിനകത്തെ പവർ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം ലോഡ് ടു സോഴ്സ്. അപ്പോൾ പവർ ഫ്ലോ ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് മാത്രം പവർ ഫ്ലോ ഉള്ള ടൈപ്പ് ചോപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഏത് ടൈപ്പ് ചോപ്പറാണ്? ഈ പറയുന്നത് പോലെയുള്ള സ്റ്റെപ്പ് അപ്പ് ചോപ്പറിനെയാണ് നമ്മൾ ടൈപ്പ് ബി ചോപ്പറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പവർ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം ലോഡ് ടു സോഴ്സ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം. ഇതിനകത്ത് കറണ്ടിന്റെ നമ്മൾ നോർമലി കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ എടുക്കുക? ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. പക്ഷേ ആക്ച്വലി സർക്യൂട്ടിൽ അങ്ങോട്ടല്ല കറണ്ട് ഫ്ലോ ഉണ്ടാകുക. കറണ്ട് ഫ്ലോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് ഈ ബോക്സിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ചോപ്പർ അല്ലെങ്കിൽ സ്വിച്ച്, പവർ ഇലക്ട്രോണിക് സ്വിച്ച്. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ സ്വിച്ചിന്റെ അക്രോസ് ആയിട്ട്, അതായത് ഇവിടെയാണ് നമ്മൾ V0 എന്ന് പറയുന്ന വോൾട്ടേജ് മെഷർ ചെയ്യുക. V0 എന്ന് പറയുന്ന വോൾട്ടേജ് മെഷർ ചെയ്യുക. ഇനി ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒത്തിരി അതൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരത്തില്ല, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ. എന്താണ്? ദ ലോഡ് മസ്റ്റ് കണ്ടെയ്ൻ എ DC സോഴ്സ്. ഈ ഒരു എന്ന് പറയുന്ന ഒരു സോഴ്സും കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മെഷീന്റെ വൈൻഡിങ് ആണ്. അപ്പം വൈൻഡിങ്ങിൽ റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ട് ഒരു ചെറിയൊരു വോൾട്ടേജ് കാണും. ആ വോൾട്ടേജ് കൺസിഡർ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ആ റെപ്രസെന്റേഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ചെറിയൊരു വോൾട്ടേജ് ഉണ്ട് വൈൻഡിങ്ങിന്റെ കൂടെ എന്ന് ഓർത്താൽ മതി. ഇനി ആദ്യമേ എന്ത് പറ്റും? CH2 ഓൺ ആക്കിയെന്ന് വിചാരിക്കുക. CH2 ഓൺ ആക്കി കഴിയുമ്പോൾ എന്താണ്? ഈ സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പൊ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലേക്ക് വരികയാണ്. ഷോർട്ട് സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ CH2 അല്ലെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആണെങ്കിൽ ഓൺ കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്? സ്വിച്ച് ക്ലോസ്ഡ് ആണ് എങ്കിലും എന്ത് സംഭവിക്കും? എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ആ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻഡക്ടർ വഴി ഈ ക്ലോസ്ഡ് സർക്യൂട്ട് വഴി ഒരു കറണ്ട് ഫ്ലോ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഇൻഡക്ടറിൽ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് മുഴുവനും ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡക്ടറിൽ എത്ര എനർജി ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? എത്ര എനർജി ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം അല്ലെ, L×di/dt എന്ന് പറയുന്ന എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി CH2 ഓഫ് ആയി എന്ന് വിചാരിച്ചു. ഓഫ് ആവുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ നിന്ന് കൊടുക്കുന്നതും ഈ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ കൂടിയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഒരു കറണ്ട് ഫ്ലോ, ഇവിടെ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാണ്? നമ്മുടെ ഡയോഡ്. അപ്പൊ ഈ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് സോഴ്സിൽ നിന്ന് ഇങ്ങോട്ട് സ്വിച്ച് ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും ഒക്കെ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ആനോഡ് കൂടുതൽ പോസിറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് കാഥോഡ്. ഇപ്പൊ നോർമലി സോഴ്സിലെ വോൾട്ടേജ് ആണ് പോസിറ്റീവ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സോഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ഈ ലോഡിൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഡയോഡ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ വരുള്ളൂ. അപ്പോൾ മാത്രമാണ് ലോഡിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ. അപ്പം ലോഡിൽ നിന്നാണ് സോഴ്സിലേക്ക് കറണ്ട് ഫ്ലോ വരുന്ന പോലെയാണ് ഇത് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് പവർ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം ലോഡ് ടു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. എന്നാൽ ഈ സർക്യൂട്ടിലൂടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടായപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടും
ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഈ ഡയോഡ് ഓൺ ആക്കുമ്പോഴാണ്. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും, ഓൺ ഓഫ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്ത് നമുക്ക് എന്താണ് ഫൈനൽ നമുക്ക് കിട്ടുന്ന അസംഷൻ എന്താണ്? V0 is always positive. V0 is always positive, but I0 is negative. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ, ഇവിടെയാണ് നമ്മൾ V0 വരച്ചത്. ഇത് V0യുടെ പോസിറ്റീവ് ആണെങ്കിൽ V0യുടെ നെഗറ്റീവ് എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലെ? ഇത് I0യുടെ പോസിറ്റീവ്, ഇത് I0യുടെ നെഗറ്റീവ്. അപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഇതിനകത്ത് V0 എപ്പോഴും പോസിറ്റീവ് ആണ്, പക്ഷെ എന്താണ് I0 നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് V0 പോസിറ്റീവ് I0 നെഗറ്റീവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ക്വാഡ്രന്റ് വരുന്ന ഏതാണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വോൾട്ടേജ് എന്ത് പറ്റി? നമ്മൾ കൊടുത്ത വോൾട്ടേജിനേക്കാളും കൂടുതലായി അല്ലെ? V0 എന്ന് പറയുന്ന V0യുടെ വാല്യൂ എന്താ പറയുന്നത്? V0 is equal to E plus L into di/dt എന്ന് പറഞ്ഞു അല്ലെ? V plus L into di/dt. അപ്പം സോറി, അപ്പൊ നമുക്ക് V0 is equal to E plus L into di/dt എന്നുള്ള വോൾട്ടേജ് കിട്ടി. അപ്പൊ നമുക്ക് എന്താണ്? സോഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലാണെന്ന കണ്ടീഷൻ മാത്രമാണ് അത് കണ്ടക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ സോഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ചോപ്പർ operating second quadrant is a step up chopper, type P chopper, and the power flow is always from load to source. അപ്പൊ അത് ഓർത്തിരിക്കുക, I0 നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്? സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്, പവർ ഫ്ലോ എന്ന് പറയുന്നത് ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ബി ചോപ്പറിനെ കുറിച്ച് ഓർക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോപ്പർ ഏതാണ്? അടുത്ത ചോപ്പർ എന്ന് പറയുന്നത് ടൈപ്പ് സി ചോപ്പർ ആണ്. ടൈപ്പ് സി ചോപ്പർ. ടൈപ്പ് സി ചോപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനെ ഒരു ടൈപ്പ് എ ചോപ്പറിന് തന്നെ വേറൊരു ടൈപ്പ് എന്നുള്ള രീതിയിലാണ് പറയുന്നുള്ളൂ. ആക്ച്വലി എന്താണ് ടൈപ്പ് സി ചോപ്പർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് എയും ടൈപ്പ് ബിയും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതിന്റെ വേറൊരു പേരാണ് ടു ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ. അപ്പൊ ടൈപ്പ് സി ചോപ്പർ എന്ന് എഴുതുക, അതിന്റെ other names point ആയിട്ട് എഴുതിയാൽ മതി. ടു ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ, ടു ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ. ഈ ടൈപ്പ് സി ചോപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കേസിൽ വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കറണ്ട് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ഇൻ ദിസ് കേസ് വോൾട്ടേജ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, കറണ്ട് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. And this chopper is obtained, ഈ പോയിന്റ് കൊണ്ട് നോട്ട് ചെയ്യുക, and this chopper is obtained by connecting type A and type B choppers in parallel. This chopper is obtained by connecting type A and type B choppers in parallel. ഇനി നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാല് there is a ഫ്രീ വീലിംഗ് ഡയോഡ്. ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്. ആ ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് വരുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാവുന്നതാണ്. The output voltage V0 is always positive because of the presence of freewheeling diode. അത് നോട്ട് ചെയ്യുക. The output voltage V0 is always positive because of the presence of freewheeling diode. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചോപ്പർ സർക്യൂട്ടിനകത്തുനിന്ന് ഇത് ഇങ്ങനത്തെ ഉള്ളതൊന്നും ചോദിച്ചിട്ടില്ല. ആകെപ്പാടെ ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടർ, ടൈപ്പ് ബി സെക്കൻഡ് ക്വാർട്ടർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. പിന്നെ ഇതിനകത്തുനിന്ന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോപ്പറിന്റെ സർക്യൂട്ടിൽ നിന്ന് ചോദിക്കുന്ന ഡ്യൂട്ടി സൈക്കിൾ തന്നിട്ട് അത് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പൊ അതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ, ഇക്വേഷൻസ് അറിയാവുന്നവർക്കേ അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിരിക്കുന്നത്. ഇനി പിരങ്ങാനും മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കണല്ലോ എന്നോർത്ത് പറയുന്നേ ഉള്ളൂ. ഓക്കെ.
ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന 2 ടൈപ്പ് ചോപ്പേഴ്സും നമ്മൾ ഫസ്റ്റും സെക്കൻഡും ചോപ്പറുകൾ നമ്മൾ പറയുന്ന ചോപ്പറുകൾ, അതായത് ടൈപ്പ് എയും ടൈപ്പ് ബി ചോപ്പറുകളും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സർക്യൂട്ട്. അപ്പം ഇതെങ്ങനെയാ വർക്ക് ചെയ്യുക, അതിന്റെ ജസ്റ്റ് ഫിഗർ ഒന്നും ഞാൻ വരയ്ക്കാം, നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഫിഗർ ഒന്നും പഠിക്കുകയൊന്നും വേണ്ട, കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നും ഫിഗർ ഒന്നും ചോദിക്കത്തില്ല. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു ചോപ്പർ സർക്യൂട്ട് ഉണ്ട്, 2 സ്വിച്ചസ് ഉണ്ട്. 2 സ്വിച്ചസും ഇങ്ങനെ പാരലായിട്ടാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഇനി ഇതിന് കോമൺ ആയിട്ട് നമ്മളൊരു ഫ്രീ വീലിംഗ് ഡയോഡ് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അതൊരു ചോപ്പറിന്റെ ഓപ്പറേഷൻ വരും, കംപ്ലീറ്റ് ആവും. ഇനി ഇതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇത് ഫ്രീ വീലിംഗ് ഡയോഡാണ്, ലോഡിന് പാരലായിട്ട്. അതുകൂടാതെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡയോഡും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്, D2 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും VS. ദെൻ ഈ ലോഡ് കണക്ട് ചെയ്യുന്ന ഈ ഫ്രീ വീലിംഗ് ഡയോഡിനും ഇതിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒരു വോൾട്ടേജും ഉള്ള ഒരു ലോഡ് തന്നെയായിരിക്കും നമ്മളിവിടെ കണക്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചോപ്പറുകളുണ്ട് അല്ലേ, അല്ലെങ്കിൽ 2 സ്വിച്ചസ് ഉണ്ട്. നമുക്കിതിനെ ചോപ്പർ എന്ന് തന്നെ പറയാം, അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ. CH1 CH2, ചില ടെക്സ്റ്റ് ബുക്കിൽ S1 S2 എന്നാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം അങ്ങനെ ഓർത്താൽ മതി. നമുക്ക് എന്താണോ ആ സർക്യൂട്ടിനകത്തുനിന്ന് വേണ്ടത് അത് ആ രീതിയിൽ ഓർത്തിരിക്കുക. ഇപ്പൊ ചോപ്പർ 1 ചോപ്പർ 2 എന്ന് പറയുന്ന സ്വിച്ചസ് അങ്ങനെ ചോപ്പ് ചെയ്യുന്ന സ്വിച്ച് ആയതുകൊണ്ട് ചോപ്പർ 1 ചോപ്പർ 2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെയാണ് V0 എന്ന് പറയുന്ന വോൾട്ടേജ് എടുക്കുക. ഇവിടെ ഇതിന് അക്രോസ് V0 എന്ന് പറയുന്ന വോൾട്ടേജ് എടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടേക്കിടെയാണ് കറണ്ട്, ഇതാണ് I0യുടെ കറണ്ട് ഫ്ലോ ഇവിടെയാണ് വരിക. ഇവിടെയാണ് I0 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ വരിക. ഓക്കെ, ദെൻ 2 സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്വിച്ച് വെച്ചിട്ട് ജസ്റ്റ് പറയാം. ദെൻ ദ ചോപ്പർ CH2 ഈസ് ഓൺ. CH2 ഓൺ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, CH2 ഓൺ ആകുന്ന സമയത്ത് CH2 ക്ലോസ്ഡ് ആണെങ്കിൽ ഫ്രീ വീലിംഗ് ഡയോഡ് വഴി പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ഓൺ ആവുകയോ ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ആണ്. നോക്കിക്കേ, നിങ്ങൾ ഫ്രീ വീലിംഗ് ഡയോഡ് ഓൺ ആകുകയോ സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്, ഈ സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് അല്ലേ. അപ്പം ഈ സർക്യൂട്ടിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ V0 എടുക്കുന്നത്, ഈ ഭാഗത്ത് അല്ലേ. അപ്പൊ ഈ V0 എടുക്കുന്ന പോയിന്റിന് അക്രോസ് ഉള്ള 2 സ്വിച്ചസ് ആണ്. ഒന്നെങ്കിൽ ഒരു ഡയോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്വിച്ച് CH2 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആണ്. അപ്പൊ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 എന്ന് പറയും. ഈ കേസിൽ എന്ത് സംഭവിക്കും? CH1 ഓണും അടുത്ത ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന കണ്ടീഷനിലായിരിക്കും. അപ്പൊ അതായത് ഇതിനകത്തേക്ക് വരുന്ന സപ്ലൈ ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്യുന്ന കണ്ടീഷനിലായിരിക്കും. CH1 ഓൺ അല്ലെങ്കിൽ എന്താണ് ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? CH1 ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കേ, ഈ സർക്യൂട്ടിലേക്ക് CH1 ഓൺ ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോവുക? CH1 ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള പോസിറ്റീവ് ഈ സപ്ലൈ ഈ CH1ലൂടെ വന്ന് ലോഡിൽ വന്ന് ഇങ്ങനെ ഇതിനൊരു പാത്ത് കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ CH1 ഓൺ ആകുന്ന കണ്ടീഷനിൽ തന്നെ V0 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? V0 = VS. ഇനി CH1 ഓൺ ആവണമെന്നില്ല, ഡയോഡ് D2 ഓൺ ആയാലും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും? VS കിട്ടും. ഓക്കെ, ഇനി I0ക്ക് എന്ത് സംഭവിക്കും? ഡയോഡ് D2 ആണ് ഓൺ ആകുന്നതെങ്കിൽ I0 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലെ. ഡയോഡ് D2 ഓൺ ആകുന്ന D2ലൂടെ കറണ്ട് ഫ്ലോ, ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ പറ്റുമോ? ഇല്ല, ഇവിടെ കാഥോഡും ഇവിടെ ആനോഡും ആണ്. ഡയോഡിലെ കറണ്ട് ഫ്ലോ എന്താണ്? യൂണി ഡയറക്ഷൻ ഡിവൈസ് ആണ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് കറണ്ട് ഫ്ലോ ഉള്ളൂ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത I0യുടെ ഡയറക്ഷൻ ആണ് ഈ ബ്ലാക്ക് കളറിൽ
മാർക്ക് ചെയ്തിരിക്കുന്ന ഒറിജിനൽ I0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ആ കണ്ടീഷൻ എന്താണ്? I0 ഈസ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷനിൽ വരികയാണ്. നമ്മൾ വീണ്ടും CH1 ഓൺ ആവുകയാണ്. CH1 ഓൺ ആയി ഫ്രീ വീലിംഗ് ഡയോഡും കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? CH1 വഴി ലോഡിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ എന്താണ്? ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലുള്ള കറണ്ട് ഫ്ലോ ആയിരിക്കും. അതായത് ഇവിടെ CH1 വഴിയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷനാണ്. ഡയോഡ് വഴിയാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാകും. അപ്പൊ എന്താണ്? ഈ ടൈപ്പ് ചോപ്പറിൽ നെഗറ്റീവ് കറണ്ടും ഉണ്ടാകാം, പോസിറ്റീവ് കറണ്ടും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇതിന്റെ ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ വരച്ചതുപോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിയപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് കിട്ടി. പക്ഷേ കറണ്ട് നോക്കുവാണെങ്കിൽ കറണ്ടിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു തുല്യമാണ് കേട്ടോ, രണ്ട് സൈഡിലോട്ടും ഈ രീതിയിലുള്ള ഒരു ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ ആണ് നമുക്ക് ഏത് കിട്ടുക? ടൈപ്പ് സി ചോപ്പറിൽ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ബട്ട് ദ കറണ്ട് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അത് നമ്മൾ ഏത് സെറ്റ് ഓഫ് സ്വിച്ചസ് ആണ് ഓൺ ആക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓക്കെ മിസ് ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ ചെയ്യുന്നത്? ഇതിന് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് എന്നോ സ്റ്റെപ്പ് ഡൗൺ എന്നോ പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ എന്താ അങ്ങനെ ക്ലാസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂട്ടി റേഷ്യൻസ് എത്ര സമയത്താണ് സ്വിച്ച് ഓൺ ആയിരിക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കുക ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് സ്റ്റെപ്പ് അപ്പ് ആയിട്ടും വേണമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടും ആക്ട് ചെയ്യും. ഇതിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയാറില്ല. കാരണം ആ രീതിയിൽ വോൾട്ടേജ്, അതായത് ഇതിനകത്ത് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷന് വെച്ചുകൊണ്ട് ഇതിന്റെ ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ മാറും. നമ്മൾ എടുക്കുന്ന ഡ്യൂട്ടി റേഷ്യോ, അതായത് CH1 CH2 ഒക്കെ ഓൺ ആകുന്നതനുസരിച്ച് വേണമെങ്കിൽ ഇത് സ്റ്റെപ്പ് അപ്പ് ആയിട്ടും വർക്ക് ചെയ്യാം, വേണമെങ്കിൽ ഇത് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എത്ര സമയം സ്വിച്ച് ഓൺ ആയിരിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ CH1 ആണ് കൂടുതൽ നേരം ഓൺ ആയിട്ടിരിക്കുന്നതെങ്കിൽ അപ്പൊ എന്ത് സംഭവിക്കും? അതൊരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യാം. CH2 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യാം. അത് അങ്ങനെ ചോദിക്കാറില്ല. അത് 2 ക്വാഡ്രന്റ് അല്ലെങ്കിൽ അങ്ങനെ അത് നമുക്ക് കറക്റ്റ് ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അതിന്റെ എത്രത്തോളം അതിന്റെ കണ്ടക്ഷൻ ആംഗിൾ ഉണ്ട്, സ്വിച്ച് 1 എത്രത്തോളം കണ്ടക്ട് ചെയ്യും, സ്വിച്ച് 2 എത്രത്തോളം കണ്ടക്ട് ചെയ്യും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കത് സ്റ്റെപ്പ് അപ്പ് ആയിട്ടാണോ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ഈ ആദ്യത്തെ 2 ചോപ്പറും മാത്രമാണ് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ വെച്ച് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി പഠിക്കുന്നതെല്ലാം ഇനി നമ്മളിപ്പം ടൈപ്പ് 2 ക്വാഡ്രന്റ് ടൈപ്പ് എ പഠിക്കും. ഇനി 2 ക്വാഡ്രന്റ് ടൈപ്പ് ബി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ടൈപ്പ് ഡി എന്നുള്ളത്. ഇതെല്ലാം ഈ പറയുന്ന ചോപ്പേഴ്സ് എല്ലാം സ്റ്റെപ്പ് അപ്പോ ഒരു സ്റ്റെപ്പ് ഡൗണോ ആയിട്ട് ആക്ട് ചെയ്യാം. നമുക്ക് അതിനെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് എത്ര നേരം ഒരു സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ മാറിപ്പോയാം. ഇനി ടൈപ്പ് പി ചോപ്പർ ഉണ്ട്, അതായത് 4 ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 2 ക്വാഡ്രന്റിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ആക്ട് ചെയ്യും, 2 ക്വാഡ്രന്റിൽ അത് സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ആക്ട് ചെയ്യും. അത് നമ്മൾ ആ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും വരുന്നത് എങ്ങനെയാണ്? ഏത് പെയർ ഓഫ് സ്വിച്ചസ് ആണോ ആ ടൈം ആക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിനകത്തും CH1 ആണ് കൂടുതൽ നേരമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടും, CH2 ആണ് കൂടുതൽ നേരമെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആയിട്ടും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ഫിഗർ വെച്ചിട്ട് അതിനെ സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ എന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഒരു പോയിന്റ് കൂടെ അതിനകത്ത് നോക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിന്റെ ടൈം റേഷ്യോ എന്ന് പറയുന്നത് എന്താ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പറയട്ടെ? പറഞ്ഞു. In a 2-quadrant DC to DC chopper, the load voltage is varied from positive maximum to negative maximum by varying the time ratio of the chopper from, പിന്നെ ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ 0 to unity, B unity to 0, C 0 to 0.5, D 0.5 to 0. അത്
അതായത് ഒന്നുകൂടെ വായിച്ച് ക്വസ്റ്റ്യൻ വായിച്ചേ. In a two quadrant DC to DC chopper, അതല്ലേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതല്ലേ? അത് 2 ക്വാഡ്രന്റ് എന്ന് പറയുന്നതിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പറഞ്ഞോ 2 ക്വാഡ്രന്റ് DC to DC chopper. The load voltage is varied from positive maximum to negative maximum Okay. by varying the time ratio of the chopper from പിന്നെ ഓപ്ഷൻസ് ആണ്. പറയും. അത് നമുക്ക് പോസിറ്റീവ് അതിലേക്ക് മാറ്റാനായിട്ട് ഓപ്ഷൻസ് ഏതൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ. 0 to unity, unity to 0, 0 to 0.5, 0.5 to 0. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V0 പോസിറ്റീവ് ആവുന്നത് 0.5നേക്കാളും കൂടുതലാകുമ്പോഴും V0 നെഗറ്റീവ് ആവുന്നത് 0.5ന് താഴെ ആവുമ്പോഴുമാണ്. അപ്പം പോസിറ്റീവ് ടു നെഗറ്റീവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് 0 ടു യൂണിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അത് അടുത്ത ടൈപ്പ് ചോപ്പറും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പറയാം കേട്ടോ. എന്നുവെച്ചാൽ ഇത് ടൈപ്പ് 2 ക്വാഡ്രന്റ് ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് ടൈപ്പ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ടൈപ്പ് എ ആണ് 2 ക്വാഡ്രന്റ് ടൈപ്പ് എ. 2 ക്വാഡ്രന്റ് ടൈപ്പ് ബി വരുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ ഞാൻ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വോൾട്ടേജ് നെഗറ്റീവ് ടു പോസിറ്റീവ് മാക്സിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് വോൾട്ടേജ് മാറുന്നുണ്ടോ? ഇല്ല. വോൾട്ടേജ് നെഗറ്റീവ് ഇല്ല. വോൾട്ടേജിനല്ല നെഗറ്റീവ്, കറണ്ടിനാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്.